നമസ്കാരം. ഞാൻ തോമസ് കളത്തിപ്പറമ്പിൽ. ഇന്ന് മലയാള സിനിമാ മേഖലയിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി മലയാള സിനിമകൾ പലതും പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്നൊരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ആ സിനിമയെക്കുറിച്ച് അവിടെ റിവ്യൂ എടുക്കാൻ ആളുകൾ എത്തുന്നു. ആ ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെ റിവ്യൂ എടുക്കുന്നത്. എന്നിട്ട് അത് ഫേസ്ബുക്ക്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം അവരത് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും അതേ കാഴ്ചപ്പാടാകണമെന്നില്ല, അല്ലേ? ഒരു സിനിമ തന്നെ കാണുമ്പോൾ പലരും പല വ്യൂവിലാണ് കാണുന്നത്. ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, ഈ റിവ്യൂ എടുക്കുന്ന സമ്പ്രദായം ഇവിടെ നിർത്തലാക്കണം. കാരണം ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ കഥ ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ കുറേ വർഷത്തെ സ്വപ്നമായിരിക്കാം. ഒരു കഥ മനസ്സിൽ കൊണ്ടു നടന്ന് പിന്നീട് അതൊരു തിരക്കഥയായി മാറ്റണം. ചിലപ്പോൾ ആ കഥ കൊണ്ടു നടന്ന ആളായിരിക്കില്ല അതിന് തിരക്കഥ എഴുതുന്നത്. ഈ തിരക്കഥ എഴുതുന്ന വ്യക്തിയും എത്രയോ നാളത്തെ അധ്വാനമാണതിന്. ഉറക്കമിളച്ചിരുന്ന് അതിൻ്റെ പിന്നിൽ ഒത്തിരി സ്ട്രെയിനും കഷ്ടപ്പാടുമുണ്ട്. അപ്പോൾ ഈ കഷ്ടപ്പാടും എല്ലാം സഹിച്ച് അതൊരു തിരക്കഥയായി മാറി അത് പിന്നീട് ആ സംവിധായകൻ അതൊരു സിനിമയാക്കി മാറ്റണേ. ആ എഴുതി വച്ചിരിക്കുന്നതെല്ലാം ഓരോ സീനുകളായിട്ട് അത് മാറ്റി അതിൻ്റെ അഭിനേതാക്കളെ കാസ്റ്റ് ചെയ്ത് അതിൻ്റെ പിന്നിൽ എത്രയോ അധ്വാനങ്ങളുണ്ട്. ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തണം. പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല പ്രൊഡ്യൂസറെ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ കുറേ സ്ട്രെയിനുകളിലൂടെയും കുറേ സ്വപ്നങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടാണ് ഒരു സിനിമയായി മാറുന്നത്. എത്രയോ അധ്വാനമുണ്ട്. ഷൂട്ടിങ്ങിലുള്ള സ്ട്രെയിൻ, അതിൻ്റെ പ്രശ്നങ്ങൾ, അതുകൂടാതെ അതിന് ശേഷമുള്ള ഡബ്ബിങ്, അതുപോലെ എല്ലാ കാര്യങ്ങളും, എഡിറ്റിങ്, ഇതൊക്കെ വളരെ കുറേ ആളുകളുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമാണ്. ഒത്തിരി പേര് ഉറക്കമഴിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അതുപോലെ പൈസ മുടക്കുന്ന വ്യക്തിയും കോടികൾ ഇറക്കിയിട്ടാണ് സിനിമ അവരത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർക്കത് മുടക്കിയ മുതലെങ്കിലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ പല സിനിമകളിലൂടെ വന്നു പോകുന്നുണ്ട്. എനിക്കിവിടെ പറയാനുള്ളത്, ഈ റിവ്യൂ എടുക്കാൻ വരുന്നവർ അതെന്ത് അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്? അവർക്ക് എന്താണ് അതിനുള്ള ഒരു അധികാരം? എന്താണ്? എന്തിനാണ് റിവ്യൂ എടുക്കുന്നത്? ഇതിന് എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്? ആ റിലീസാകുന്ന അന്നാണ് ഇവർ ആ സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. അതിനു മുന്നേ ഈ സിനിമയ്ക്ക് വേണ്ടി അവരെന്ത് ചെയ്തിട്ടുണ്ട്? എന്ത് ത്യാഗം ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്യാത്തവർ ഒരു സുപ്രഭാതത്തിൽ അവർ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അതിന് വന്ന് റിവ്യൂ എടുക്കുക. എന്നിട്ട് അതിന് നെഗറ്റീവ് കമൻറ്റുകൾ ഇടുക, മോശം കമൻറ്റുകൾ ഇടുക. ചിലവർ പറയും ആ സിനിമ നല്ലതായിരുന്നു എന്ന്. അപ്പോൾ ആ റിവ്യൂ അവിടെ പോയി. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സിനിമാ ഫീൽഡിലുള്ളവർ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ റിവ്യൂ പരിപാടികളൊന്നും. പണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കം സിനിമകളായിരുന്നു പരാജയപ്പെട്ടിരുന്നത്. കാരണം ഒരു ഭാഗം സിനിമകളൊക്കെ പരാജയപ്പെടുമായിരുന്നില്ല. വലിയ ലാഭമില്ലെന്നുണ്ടെങ്കിലും അതൊക്കെ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ഓടുമായിരുന്നു. കാരണം തിയേറ്ററിലേക്ക് ആളുകൾ കയറുമായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ തിയേറ്ററിൽ ആൾ കയറുന്നത് തന്നെ കുറഞ്ഞൊരു അവസ്ഥയാണ്. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം നിന്നില്ലെങ്കിൽ ഈ സിനിമാ മേഖല തന്നെ വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സിനിമാ മേഖല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ തിയേറ്റർ മേഖലകൾ, അവരൊക്കെ കോടികൾ പണിതിട്ടാണ് തിയേറ്റർ അവിടെ ഇട്ടേക്കണത്. എത്രയോ ജോലിക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ പ്രതിസന്ധിയിലോട്ട് പോകും തിയേറ്റർ മേഖലയൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ റിവ്യൂ എടുക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഈ സിനിമാ മേഖലയെ നിങ്ങളങ്ങോട്ട് വിട്ടേക്ക്. മറ്റ് കുറേ മേഖലകളുണ്ടല്ലോ നിങ്ങൾക്ക് യൂട്യൂബ് ചെയ്യാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ. ഇതൊക്കെ സിനിമകൾ ഇറങ്ങട്ടെ. നമ്മളൊക്കെ തിയേറ്ററിൽ പോയി ആ ഇറങ്ങുന്ന പടമൊക്കെ ഒന്ന് കണ്ടവർ വിജയിപ്പിക്കുക എന്നുള്ളത്, അതാണ് നമ്മൾ ചെയ്യേണ്ടത് കഴിയുമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരിക്കലും നമ്മളതിനെ ഒരു മോശം കമൻറ്റുകളിട്ട് അല്ലെങ്കിൽ അതിനെ റിവ്യൂ സിനിമ പോയി കണ്ടിട്ട് ചില സീനുകൾ ആസ്പദമാക്കിയിട്ട് മോശം കമൻ്റ് ഇടുന്നു. പക്ഷേ കുറേ സീനുകൾ ചിലപ്പോൾ നല്ലതായിരിക്കാം. അപ്പോൾ ഓവറോൾ നിങ്ങളങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിൽ റിവ്യൂ എടുത്തിട്ട് ഈ സിനിമാ മേഖല നശിപ്പിക്കരുത്. എനിക്കതൊരു അപേക്ഷയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാനുള്ള ഒരു നിയമ നടപടിയെങ്കിൽ അത് തന്നെ നിങ്ങൾ കൊണ്ടുതന്നെ വിടാം. നിങ്ങൾ പറയുക, നിങ്ങളുടെ ഒരു സിനിമ ഇവിടെ പുറത്തിറങ്ങുമ്പോൾ അത് ആരും റിവ്യൂ എടുക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടില്ല. പരസ്യം ചെയ്യുക, ജനങ്ങൾ വന്ന് കാണട്ടെ. ജനങ്ങൾ പറയുന്നതാണ് റിവ്യൂ എന്ന് പറയുന്നത്. അവർ പരസ്പരം പറഞ്ഞ് പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. ജനങ്ങൾ കണ്ടിറങ്ങുമ്പോൾ മറ്റുള്ളവർ പറയും. അങ്ങനെയാണ് സിനിമ വിജയിച്ചിരുന്നത്. അങ്ങനെ മോശമാണെങ്കിൽ അവർ തന്നെ പരസ്പരം പറയും മോശമാണെന്ന്. അപ്പോൾ അത് വിജയിക്കില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ
ഈ റിവ്യൂ സമ്പ്രദായം നിർത്താനുള്ള ഒരു കാര്യങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ടാകണം എന്ന് ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അത് വലിയൊരു അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ.